ഖലീൽ ജിബ്രാന്റെ ഒരു പുസ്തകമുണ്ട്, ദി പ്രൊഫറ്റ് എന്ന് പറഞ്ഞ പുസ്തകം. അത് മലയാളത്തിലുണ്ട്, പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ പറയുന്നുണ്ട്, അവര് നിങ്ങളിൽ നിന്നുള്ളതാണെങ്കിലും നിങ്ങളുടേതല്ല, അവര് നിങ്ങളോടൊപ്പം ആണെങ്കിലും നിങ്ങളുടേതല്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഇന്റെ ഒരു കുട്ടീനെ അടുത്തൊരു സവാദാക്കി മാറ്റേണ്ട കാര്യമില്ല. അവരാരതാണപ്പം? സ്വയം ചോദിക്കണം, ഞാൻ ആരതാ? ഞാൻ എന്റേതല്ലേ? അവരുടേതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് കുട്ടി ടി വി കണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ കയറിയിട്ട് ചോദിക്കും, എന്താ പഠിക്കാനൊന്നുമില്ലേ? ഏതാ ടി വി കണ്ടിരിക്കണം, എനിക്ക് പഠിക്കാനൊന്നുമില്ല എന്ന് ചോദിച്ചു. എന്നാ ടി വി ഓഫ് ആക്കി പഠിക്കുമെന്ന് പറയും. ഓക്കെ, അന്നാ കുട്ടീനെ അങ്ങനെ മാറ്റി നിർത്തി. പിറ്റേ ദിവസം നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇതേ കാഴ്ച റിപ്പീറ്റ് ആയിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് ഒച്ചടും, അല്ലെങ്കിൽ തല്ലും. എന്നിട്ട് പറയും, പോയിരുന്നു പഠിക്കണം, ഞാൻ ഇന്നലെയും പറഞ്ഞില്ല, അങ്ങനെ എങ്ങനെ എന്നിട്ട് കുറെ സാധനം. ഒന്ന് ശാന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ ഞാൻ ദേഷ്യം പിടിച്ചത് എന്താണ്? സൊസൈറ്റിനെ ബോധിപ്പിക്കാനും സ്വയം ബോധിപ്പിക്കാനും നിങ്ങൾക്ക് ആൻസർ പറയാം. എന്ത്? കുട്ടികൾ പഠിക്കേണ്ട ഈ സമയത്ത് കുട്ടികളുടെ കണ്ണ് പ്രശ്നമാണ്, അല്ലെങ്കിൽ ടി വി കുറെ നേരം നോക്കുന്ന പ്രശ്നമാണ്. ഒന്ന് ശാന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനായിരുന്നു ഞാൻ ദേഷ്യം പിടിച്ചത്? ഇന്നലെ ഞാൻ പറഞ്ഞത് ഓൻ ഇന്നും ആവർത്തിച്ചു. എന്റെ ഈഗോ ആണ് അവിടെ ഹെൽട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞതും കേട്ടില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. പലപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളതും ചെയ്തില്ല എന്നുള്ളതായിരിക്കും, അല്ലാതെ ഓൻ നന്നാവണം അല്ലെങ്കിൽ അവള് നന്നാവണം എന്നുള്ള രൂപത്തിൽ പറയണതായിരിക്കൂല. പെട്ടെന്ന് വരുന്ന ദേഷ്യം ഉണ്ടല്ലോ കുട്ടികളോട്, ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സൈലന്റ് ആവുക എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് പ്രവർത്തിക്കണത് ദേഷ്യത്തിന്റെ പുറത്താണ്. ആ ദേഷ്യം ഒഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഓനെ തിരുത്തി കൊടുക്കണം തോന്നുന്നെങ്കിൽ ആ സമയത്താണ് നിങ്ങൾ ആക്ട് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ തല്ലുമ്പോൾ അതിന് എന്തുണ്ട്? നിങ്ങൾക്ക് കാരണമുണ്ട്. അപ്പൊ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങോട്ട് അടിച്ചു കൂട്ടുക എന്നുള്ള പരിപാടി എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം.